ക്രിയേറ്റീവ് കട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മളെ വീഡിയോ എന്ന് പറയുന്നത് പഴയ ഡ്രസ്സ് വെച്ചിട്ട് നമുക്കതെങ്ങനെ ഉപയോഗപ്പെടുത്താമെന്നുള്ളതാണ്. ഇതുപോലെ ബാഗുകളെല്ലാം തുന്നാം. പഴയ 3/4, പിന്നെ ജീൻസ് പാൻറ്റ്, സാധാരണ പാൻറ്റ്. ഇത് സാധാരണ പാൻറ്റിനെ കൊണ്ട് തുന്നിയൊരു ബാഗാണ്. നല്ല ചെറിയ ബാഗാണെന്ന് കാഴ്ചയൊക്കെ തോന്നുമെങ്കിലും ഇതിൻ്റെ അകത്ത് കുറേ സാധനങ്ങൾ കൊള്ളും. ഞാനിപ്പോൾ തുറന്നിട്ട് കാണിച്ചു തരാം ഇതിനകത്ത് എന്തെല്ലാം ഉണ്ടെന്ന്. ഇതിൻ്റെ അകത്ത് ഞാനൊരു മുണ്ട് മടക്കി വെച്ചിട്ടുണ്ട്, ഒരു ടീഷർട്ട് മടക്കി വെച്ചിട്ടുണ്ട്, പിന്നെ കുറേ ഈ സാരീൻ്റെ അകത്ത് നിന്ന് മുറിച്ച ബ്ലൗസിൻ്റെ തുണിയുണ്ട്. അതൊന്നും ഞാനതൊന്നും ഉപയോഗിക്കില്ല, ഞാൻ തുന്നിയില്ല. അമ്മക്കായാലും അമ്മയും അതൊന്നും തുന്നിയിട്ടുള്ള കൈക്കെല്ലാം ബോർഡറുള്ളതൊന്നും പിന്നെ ബ്ലൗസിൻ്റെ തുണികളുണ്ട്, പിന്നെ ഷർട്ടുണ്ട്, പിന്നെ ബെഡ്ഷീറ്റ് ഉണ്ട്. അങ്ങനെ ഒരുപാട് സാധനങ്ങൾ ഇതിൻ്റെ അകത്ത് കൊള്ളും. ചെറിയ ബാഗാണെങ്കിലും ഇതിൻ്റെ അകത്ത് കുറേ സാധനങ്ങൾ കൊള്ളും. ഇതിപ്പം ഒരു സാരീൻ്റെ അകത്ത് മുറിച്ച് ബ്ലൗസിൻ്റെ തുണിയാണ്. ആ തുണി നമുക്ക് ഒരു ബാഗായിട്ട് അങ്ങനെ ഉണ്ടാക്കാം. ഇതിപ്പം 3 ലെയറാണ് ഉള്ളത്. 1 സാരീൻ്റെ ബ്ലൗസ്, 2 സാരീൻ്റെ അകത്ത് മുറിച്ച ബ്ലൗസിൻ്റെ തുണികളും, പിന്നെ ഒരു ക്യാൻവാസ്. ഇത് ഒരേ അളവിൽ മുറിച്ചെടുത്തതാണ്. ഇത് നമുക്ക് 3 വെച്ചിട്ടൊന്ന് അടിച്ചെടുക്കണം. 3 കൂടെ ഒന്ന് അടിച്ചെടുക്കും. നമ്മൾ നടുക്ക് ക്യാൻവാസ് വെക്കും. പിന്നെ ഏറ്റവും അടിയിൽ വേറൊരു ബ്ലൗസിൻ്റെ തുണി വെച്ചിട്ടുണ്ട്. ഏറ്റവും മേലെ പച്ച കളർ തുണി. ഇത് ചുറ്റും ഒന്ന് അടിക്കും. എല്ലാവരും അധികം പഴയതാകാനൊന്നും നിൽക്കുന്നില്ലല്ലോ. ഡ്രസ്സെല്ലാം വാങ്ങി തൂക്കല്ലേ ചെയ്യും. അപ്പോൾ ഇതെല്ലാം ഒരുപാടുണ്ടാവും. സാരീൻ്റെ മുറിച്ചതുണ്ടാവും. ഞാനിതെല്ലാം ഇങ്ങനെ സഞ്ചി അടിച്ചിട്ടും എല്ലാം ഒന്ന് ഉപയോഗിക്കും. വെറുതെ കളയൊന്നുമില്ല. സാരീൻ്റെ അകത്ത് മുറിച്ചതുമെല്ലാം സഞ്ചി അടിക്കും. പഴയ കർട്ടൻ, നമ്മൾ കർട്ടൻ മാറ്റുമ്പം പഴയതുണ്ടാവില്ല, ഇങ്ങനെ വെറുതെ വെക്കുന്നില്ല. അതെല്ലാം സഞ്ചി അടിക്കുമായിരിക്കും. നമുക്ക് സാധനങ്ങൾ വാങ്ങാൻ വേണ്ടിയിട്ട് മോട്ടോർ സൈക്കിളിനകത്തെല്ലാം വെക്കാം. ആവശ്യം വരുമെന്ന് പറയുന്നില്ല, ബാഗിലെല്ലാം ഓരോന്നെടുത്ത് വെച്ചാൽ അത്യാവശ്യം വരുമ്പോൾ എടുക്കുമല്ലോ. ഇതുപോലെ എടുത്ത് വെക്കുക ചെയ്യും. ഇതിപ്പോൾ നമ്മൾ 4 ഭാഗവും അടിച്ച് ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അതിൻ്റെ വേസ്റ്റ് വരുന്ന ഭാഗങ്ങൾ കട്ട് ചെയ്ത് കളഞ്ഞാൽ മതി. ഇതുപോലെ എല്ലാ ഭാഗവും അടിച്ചെടുത്തു. അതിന് ശേഷം നമുക്ക് അതിൻ്റെ ബാക്കി വരുന്ന ഭാഗം കട്ട് ചെയ്ത് കളയണം. പിന്നെ നമുക്ക് വേണ്ടുന്നത് ഇതിന് വേണ്ടുന്ന പിടിയാണ്, കാത്. അതിന് 2 പീസ് കാത്. അതും ഇതുപോലെ തന്നെ ക്യാൻവാസും ഇതേ തുണിയും മടക്കിയിട്ട് വെച്ചടിച്ചിട്ട് കാതുണ്ടാക്കാം. പിന്നെ ഇതെന്ന് പറഞ്ഞാൽ ഇപ്പം 4 ഇഞ്ച് അളവിൽ ഇതേപോലെ കുത്തനെ 4 ഇഞ്ച് അളവ് എടുക്കുക. പിന്നെ അതേപോലെ തന്നെ വിലങ്ങനെ 4 ഇഞ്ച് അളവ്. അതുപോലെ തന്നെ അപ്പുറത്തെ ഭാഗത്തും 2 ഭാഗത്തും ഇതേപോലെ അളന്നിട്ട് മുറിച്ചെടുക്കണം. അതെന്തിനാണെന്ന് വെച്ചാൽ നമുക്ക് ഈ ബാഗിൻ്റെ അടിയിൽ കുറച്ച് വീതി കിട്ടും. അങ്ങനെ മുറിച്ചിട്ട് അതടിക്കുമ്പം നല്ല വീതി കിട്ടും. അങ്ങനെ അടിക്കാനാണ്. ഇതുപോലെ അടിച്ചെടുക്കുക. ഇനി നമുക്ക് ഇതിൻ്റെ കാത് അളവ് വെച്ചിട്ട് 6 ഇഞ്ച് അപ്പുറം ഇപ്പുറം അളവ് എടുത്തിട്ട് അതിൻ്റെ നടുക്ക് വരുന്ന ഭാഗത്ത് കാത് വെച്ചിട്ട് അടിച്ചു കൊടുക്കുക. അതുപോലെയാണ് കാതിന് നമ്മൾ അടിക്കേണ്ടത്. മടക്കിയിട്ട് 2 സൈഡും അടിച്ചു കൊടുക്കും. എന്നിട്ട് ഇതുപോലെ വെച്ച് ഫിറ്റാക്കിയിട്ട് പിന്നെ നമുക്ക് സിബ് വെക്കണം. സിബ് വെക്കാണ്ടും നമുക്ക് ഇതിൻ്റെ കാതിൻ്റെ അടുക്കുന്ന ഒരു ചെറിയ പീസ് വെച്ചിട്ട് ഉള്ളോട്ട് മടക്കിയിട്ട് അടിക്കുക, അല്ലെങ്കിൽ സിബ് വെച്ചിട്ട് അടിക്കുക. സിബ് വെച്ചിട്ട് അടിക്കുമ്പോൾ എന്ന് പറഞ്ഞാൽ കുറച്ച് വീതി കിട്ടും. ഇതുപോലെ തന്നെ കുറച്ചും കൂടെ നല്ലത് സിബ് വെച്ചിട്ട് അടിക്കുന്നതായിരിക്കും. പക്ഷേങ്കിൽ പണിയിൽ എളുപ്പം സിബൊന്നും വെക്കാണ്ട് വേഗം അടിച്ചിട്ട് മടക്കിയിടുന്നതാണ്.
അത് അടിച്ചു കൊടുത്താൽ സിബ് തയ്യാറായി. ഇനി നമുക്ക് ഈ ബാഗിൻ്റെ 2 സൈഡും അടിച്ചു കൊടുക്കണം. 2 സൈഡും ഇതുപോലെ അടിച്ചിട്ട് കൂട്ടിയാൽ പിന്നെ നമ്മൾ മുറിച്ച ഭാഗം വരുന്നുണ്ട്. ആ മുറിച്ച ഭാഗം ഇതുപോലെ ഇതേപോലെ പിടിച്ചിട്ട് 2 ഭാഗവും അടിച്ചു കൊടുക്കും. അങ്ങനെ അടിച്ചു കൊടുത്താൽ നമുക്ക് ഇതേപോലത്തെ ഒരു ബാഗ് കിട്ടും. അടിയിൽ നല്ല വീതിയായിട്ട് നല്ല ഉള്ളിൽ ഒരുപാട് സ്ഥലമുണ്ടാവും. പിന്നെ നമുക്കിനി ഇതിന് സിബും ഫിറ്റ് ചെയ്താൽ ഉള്ളിൽ നല്ല വീതിയായിട്ടുള്ളൊരു സ്ഥലം കിട്ടി. അപ്പോൾ നമുക്ക് ഇഷ്ടംപോലെ തുണികളും ഇതെല്ലാം നിറച്ചിട്ട് വെക്കാം. നമ്മുടെ സാരീൻ്റെ ബ്ലൗസിൻ്റെ തുണീനെ കൊണ്ടുള്ള ബാഗാണിത്. ഇതുപോലെ നമുക്ക് ബാഗ് ചെറിയ ബാഗോ വലുതോ എങ്ങനെ വേണമെങ്കിലും അടിച്ചിട്ടെടുക്കാം. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണേ.